ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു വി വ്ളോഗ്സ്. അപ്പോൾ നമുക്ക് നമ്മളുടെ ഇന്നത്തെ ഒരു മോർണിംഗ് റൊട്ടീൻ കണ്ടാലോ. രാവിലെ തന്നെ നമ്മൾ തനിക്ക് അടുപ്പിൽ വെച്ചിട്ടുണ്ട്. പിന്നെ അമ്മ എന്നെ കൊണ്ട് പണിയെടുപ്പിക്കുകയാണ് ഗേസ്. ഇഡ്ലിക്കുള്ള ചമ്മന്തിക്ക് വേണ്ടിയിട്ട് തേങ്ങ അരപ്പിക്കുകയാണ്. തേങ്ങ അരച്ചതിൽ നല്ല കറക്റ്റ് പരുവത്തിനാക്കി ഞാൻ എടുത്തിട്ടുണ്ട്. പിന്നെ ഇഡ്ലി എന്നെ കൊണ്ട് തന്നെയാണ് കേട്ടോ അമ്മ ഉണ്ടാക്കിച്ചത്. പറയുന്നിട്ട് എന്താ കാര്യം, പെൺകുട്ടിയായിപ്പോയില്ലേ, പണിയെടുക്കണം. പിന്നെ പണി അങ്ങ് എടുത്ത് നല്ല പൂ പോലുള്ള ഇഡ്ഡലി എന്നൊക്കെ പറയണമെന്ന് എനിക്ക് ആഗ്രഹമൊക്കെ ഉണ്ട്, പക്ഷേ വലിയ കുഴപ്പമില്ല കേട്ടോ. പിന്നെ ഇത് നമ്മൾ ചമ്മന്തിക്ക് വേണ്ടിയിട്ട് കൊച്ചുള്ളി അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. പിന്നെ വറ്റൽമുളകില്ലായിരുന്നു, കറിവേപ്പിലുണ്ട്. ഇത് നമ്മൾ ചട്ടി ചൂടാക്കിയിട്ട് എണ്ണ ഒഴിച്ച് കടുക് പൊട്ടിച്ച് പിന്നെ അതിലോട്ടാണ് നമ്മൾ കൊച്ചുള്ളി ഇടുന്നത്. പിന്നെ കൊച്ചുള്ളി ഒരു ബ്രൗൺ കളറൊക്കെ ആയി വരുമ്പോഴത്തേക്കിനും നമ്മൾ എന്ത് ചെയ്യണം, വറ്റൽമുളകായിരുന്നു ഇടേണ്ടത്. പക്ഷേ വറ്റൽമുളക് നമ്മുടെ കയ്യിൽ ഇല്ലാത്തതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്തു, കറിവേപ്പില ഇട്ടിട്ട് പയ്യെ ഇങ്ങനെ മൂപ്പിച്ചെടുത്ത് നല്ല ഒരു നന്നായിട്ട് മൂത്ത് വന്ന് കഴിയുമ്പോഴത്തേക്കിനും നമ്മൾ ഇത് പയ്യെ എടുത്ത് ഇതെടുത്തിട്ട് അതിലോട്ടല്ല ഒഴിക്കേണ്ടത്. മോരുണ്ടാക്കുന്ന ഒരു ഓർമ്മയ്ക്ക് അരപ്പെടുത്ത് ഇതിലേക്ക് ഒഴിച്ചിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കണം. പിന്നെ ആവശ്യത്തിന് നമ്മൾ വേണമെങ്കിൽ വെള്ളം കൂടെ ചേർത്ത് കൊടുക്കാം. ചിലർക്ക് ചമ്മന്തി ആണെങ്കിൽ കുറച്ച് ലൂസായിട്ടിരിക്കുന്നതും ചിലർക്ക് കുറച്ച് കുറുകിയിരിക്കുന്നതും ആയിരിക്കും ഇഷ്ടം. ആസ് യൂഷ്വൽ നിങ്ങളുടെ ഇഷ്ടം പോലെ നിങ്ങൾക്ക് എന്താണെന്ന് വെച്ച് ഞാൻ കുറച്ചുകൂടെ വെള്ളം ഇതിനകത്ത് ഒഴിച്ചു കൊടുത്തു കേട്ടോ. പിന്നെ ഇതിൻ്റെ ഇഡ്ഡലി റെഡി, ചമ്മന്തി റെഡി. സ്വന്തമായിട്ടൊരു ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടായിരിക്കുന്നത് എന്താ ഒരു ആശ്വാസം, ഒരു മനസ്സുഖം. പിന്നെ ഇത് നമ്മൾ മീൻകറി വെക്കാൻ പോകണോ. മീൻകറിക്കുള്ള സാധനങ്ങളൊക്കെ ഇടിച്ചിട്ടുണ്ട്, വെള്ളമുണ്ട്, പിന്നെ കടമ്പുളി ഉണ്ട് കേട്ടോ. കടമ്പുളിയിട്ട് വെച്ച നല്ല ചെമ്മീൻ കറിയുണ്ട്. ചെമ്മീൻ കറിയല്ല, വേറെന്തോ മീനാണ് കേട്ടോ, ചൂര. പിന്നെ കുറച്ച് എണ്ണയ്ക്ക് ഒഴിച്ച് ചൂരയൊക്കെ കഴുകി കടുക് പൊട്ടുന്നുണ്ട് ദിവസങ്ങൾ. പിന്നെ കടുക് പൊട്ടി തീർന്ന് കഴിയുമ്പോൾ നമ്മൾ നേരത്തെ വെച്ച സാധനമെല്ലാം കൂടി അതിനകത്തോട്ട് അങ്ങ് കട്ടിയിട്ട് കൊടുക്കാം. അങ്ങനെയൊന്നും എല്ലാവരും കേട്ടോ ചെയ്യുന്നത്. പിന്നെ ഞാനാണ് വിട്ടത്. ഞാൻ ഡേറ്റിട്ട് എല്ലാം കൂടെ വൈകിട്ട് അത് കഴിഞ്ഞിട്ട് അമ്മ എനിക്ക് പറഞ്ഞാൽ മതി സഹായം എന്ന് പറഞ്ഞു. പിന്നെ ഞാൻ കുറച്ച് മഴയൊക്കെ പോയി ആസ്വദിച്ചു. അത് കഴിഞ്ഞപ്പോൾ അമ്മ കറിയൊക്കെ അടുത്ത് വെച്ചായിരുന്നു. തിളക്കാറായിട്ടൊക്കെയാണ് ഞാൻ ചെയ്യുന്നത്. ഇന്ന് രക്ഷയില്ലാത്ത മഴയായിരുന്നു, രാവിലെ വരാൻ മഴയായിരുന്നു. ഇപ്പോൾ ഒരു ഉച്ചയ്ക്ക് ആവാറായി, എന്നിട്ട് മഴ നിന്നില്ല. അപ്പം ഇത്രയൊക്കെ ബൈ.